ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ 4ാം ഘട്ടം പരീക്ഷ ഫെബ്രുവരി 8-ാം തീയതി നടക്കുകയാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഏകദേശം ഒരു 50ഓളം ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ ആയിട്ട് പഠിച്ച് ഒരു ക്വിക്ക് റിവിഷൻ പോലെ നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ക്ലാസ്സിലോട്ട് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീക്കം ചെയ്യാനാണ് ചോദിക്കുന്നത്. അതാരാണ്? അത് നമ്മുടെ രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത്. എങ്കിൽ ചോദിക്കാറുണ്ട്, ആർക്കാണ് നിയമിക്കാനുള്ള അവകാശം? PSC അംഗങ്ങളെ നിയമനത്തിനുള്ള അവകാശമാർക്കാണ്? അത് ഗവർണർക്കാണ്. ഗവർണർ. അതേപോലെ PSC അംഗങ്ങൾ എന്താണ്? രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാജിക്കത്തുമാർക്കാണ്. ഗവർണർക്ക് തന്നെയാണ് രാജിക്കത്തും സമർപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം തിരുവിതാംകൂർ PSC അല്ലേ, 1936 ട്രാവൻകൂർ PSC വരുന്നത്. 1936. അതെന്നാണ് കേരള PSC ആയിട്ട് മാറുന്നത്? കേരള PSC KPSC ആയിട്ട് മാറുന്നത് 1956. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? VK വേലായുധനാണ്. കേരള PSCയുടെ KPSCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് VK വേലായുധൻ. നിയമനവും രാജിയും പറഞ്ഞ പോലെ തന്നെ മറ്റൊന്നാണ് വാർഷിക റിപ്പോർട്ട്. കേരള PSC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? നമ്മുടെ ഗവർണർക്കാണ്. വാർഷിക റിപ്പോർട്ടും ഗവർണർക്ക്. അപ്പം എന്താണ്? നിയമിക്കാനും രാജിക്കത്ത് സമർപ്പിക്കാനും റിപ്പോർട്ടും എല്ലാം ഗവർണർക്കാണ്. പക്ഷേ ഏതൊരു PSC മെമ്പറേയും ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം ആർക്ക് മാത്രമാണുള്ളത്? രാഷ്ട്രപതിക്ക് മാത്രമാണ് ഉള്ളത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടത്? എവിടെ നിന്നാണ് മൗലിക കടമകൾ കടം കൊണ്ടത്? നമുക്കറിയാം അല്ലെ, സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പൊ നോക്കാം നമുക്ക്. ഫ്രാൻസിൽ നിന്ന് കടം കൊണ്ട് എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, അതേപോലെ സമത്വം, സമത്വം, സാഹോദര്യം എന്ന ആശയം, സാഹോദര്യം, അതേപോലെ റിപ്പബ്ലിക് എന്ന ആശയങ്ങളൊക്കെ എവിടെ നിന്നാണ്? നമ്മുടെ റിപ്പബ്ലിക് എന്ന ആശയം എല്ലാം എവിടെ നിന്നാണ് കടം കൊണ്ടത്? ഫ്രാൻസിൽ നിന്നാണ് കടം കൊണ്ടത്. USA, നമ്മുടെ അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാണ്? മൗലിക അവകാശം USA-യിൽ നിന്നാണ്. അതേപോലെ തന്നെ ആമുഖം USA-യിൽ നിന്നാണ് കടം കൊണ്ടത്. അതേപോലെ ഇന്ത്യയുടെ ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, ഈ ആശയങ്ങളെല്ലാം എവിടെ നിന്നാണ്? നമ്മുടെ USA-യിൽ നിന്നാണ്. ഇനി ബ്രിട്ടൻ ആണെങ്കിലോ, ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റിട്ട്. ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് കടം കൊണ്ടത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, അതേപോലെ ഏക പൗരത്വം, ഈ ആശയങ്ങളെല്ലാം കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഈ കടമെടുത്ത ആശയങ്ങൾ പഠിക്കണം. അതേപോലെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ചെണ്ണമുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചിട്ടേ പോകാവുള്ളൂ എക്സാമിന്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്ര? വൈസ് ചെയർമാൻ ആണ് ചോദിച്ചത്. അത് എത്രയാണ്? 30. ഇനി നമുക്കറിയാം രാജ്യസഭയാണ് നമുക്ക് എന്താണ് ഉപരിസഭ എന്നറിയപ്പെടുന്നത്. രാജ്യസഭയാണ് ഉപരിസഭ. അതേപോലെ സെക്കൻഡ് ചേംബർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? രാജ്യസഭയാണ്. ഈ രാജ്യസഭയ്ക്ക് എന്താണ് അംഗങ്ങൾ എത്രയാണ്? അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6. പക്ഷേ രാജ്യസഭയ്ക്ക് എന്താണ്? ഒരു കാലാവധി ഇല്ല അല്ലെ. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. 3-1 അംഗങ്ങളാണ് പിരിഞ്ഞു പോകുന്നത്. അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞു പോകില്ല. അപ്പൊ രാജ്യസഭയ്ക്ക് എന്താണ്? കാലാവധി ഇല്ല. അതൊരു സ്ഥിരം സഭയാണ്. അതേപോലെ രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 312 ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആരൊക്കെയുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അംഗമല്ലാത്തത്. അപ്പൊ അറിയാം ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, KM മുൻഷി ഉണ്ട്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഉണ്ട്. ഓക്കെ, ഇവരെല്ലാവരും എന്താണ്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇവരെല്ലാവരും എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളാണ്. മറ്റംഗങ്ങൾ ആരൊക്കെയായിരുന്നു? KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞു. പിന്നെയുള്ളത് ആരൊക്കെയാണ്? മുഹമ്മദ് സാദുള്ള. പിന്നെയുള്ള വ്യക്തിയാണ് N ഗോപാലസ്വാമി അയ്യർ. 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതില് അടുത്ത ആരാണ്? DP ഗെയ്ത്താൻ. എന്ത് സംഭവിക്കുന്നുണ്ട്? അദ്ദേഹം അന്തരിച്ചതിന് ശേഷം ആര് വരുന്നുണ്ട്? TT കൃഷ്ണമാചാരി അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. TT കൃഷ്ണമാചാരി. അതിനുശേഷം പിന്നെ ആരാണുള്ളത്? BL മിത്തലാണ്.
BL മിത്തർ ആരാണ്? അദ്ദേഹം രാജിവെച്ചതിന് ശേഷം വന്നതാണ് N മാധവറാവു. അപ്പൊ 7 പേരായിരുന്നു എന്താ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, മുഹമ്മദ് സാദുള്ള, N ഗോപാലസ്വാമി അയ്യർ, DP ഗെയ്ത്താൻ, BL മിത്തർ. DP ഗെയ്ത്താന്റെ മരണശേഷം TT കൃഷ്ണമാചാരിയും BL മിത്തർ രാജിവെച്ചതിന് ശേഷം N മാധവറാവുവും വന്നു. ഓക്കെ, അതേപോലെ ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച് ചോദിക്കാറുണ്ട്. ഏതാണ്? 1947 ഓഗസ്റ്റ് 29. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ഭരണഘടനാ അനുച്ഛേദമേത്? അപ്പൊ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത്. ഓക്കെ, നമുക്കറിയാം സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷ സാംസ്കാരികമായ അവകാശം, എന്താണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ഇതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ വരുന്നത്. അതിൽ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യം പറയുന്നത്. അപ്പൊ എന്താണ് മതസ്വാതന്ത്ര്യം? വ്യക്തിയുടെ അവകാശം എന്ന് പറയുന്നത് ഏതായിരിക്കും? അതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതെങ്കിലും ആയിരിക്കും. ഇവിടെ 26, 27, 28 എന്ന് തന്നിരുന്നെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ വന്നേനെ. അപ്പൊ ഇവിടെ ഏതാണ്? ആർട്ടിക്കിൾ 25 ഒരു വ്യക്തിക്ക് ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 20 അതേപോലെ തന്നെ 26 ഉണ്ട്, 27, അതേപോലെ 28 ഉണ്ട്. ഇങ്ങനെ 3. 28 എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ സർക്കാരിന്റെ കാശ് കൊണ്ട് നടത്തുന്ന സ്കൂളുകളിൽ എന്താണ് മതബോധനം നടത്താൻ പാടില്ല എന്ന് പറയുന്നത്. 28 1 പറയുന്നത്. 28 2 എന്ന് പറയുന്നത് എന്താണ്? അതായത് മതബോധനത്തിന് വേണ്ടിയുള്ള സ്കൂളുകളിൽ നമുക്ക് 28 1 ബാധകമല്ല എന്ന് പറയുന്നത്. 28 3 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൽ സർക്കാരിന്റെ ഇതുകൊണ്ടല്ല എങ്കിൽ പോലും ഒരു സ്കൂളുകളിൽ മതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അവിടെ ഒരു വിദ്യാർത്ഥിയെയും അല്ലെങ്കിൽ ഒരാളെയും അതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് 28 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ആർട്ടിക്കിൾ 14. എന്താണ് 14 എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14. നമ്മൾ പഠിക്കുന്നുണ്ട് നിവിയ എന്നുള്ളത്. ആർട്ടിക്കിൾ 14, 15, 16 ഇതെന്താണ്? വിവേചനമാണ്. എന്ന് പറയുന്നത് എന്താണ്? ഏതാണ്? അവസര സമത്വമാണ്. 17 അയിത്തം എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, ഇനി ആർട്ടിക്കിൾ 21 എന്താണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. 35 എന്ന് പറയുന്നത് ശരിക്കും ഈ തൊട്ടുകൂടായ്മയ്ക്ക്, മനുഷ്യക്കടത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷകളെയൊക്കെ പറ്റി പറയുന്നതാണ്. അതേപോലെ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് 35 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിക്കിൾ 14 എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. 21 എന്ന് പറയുന്നത് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തതെന്ന് ചോദിക്കുന്നത് ഭൂപ്രദേശം ഉണ്ടാവണം, ജനങ്ങൾ ഉണ്ടാവണം, പരമാധികാരം. ഇവിടെ ഏതാണ്? ജനാധിപത്യമാണ് അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തതെന്ന് പറയുന്നത്. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ അവകാശങ്ങളാണ്. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, അതേപോലെ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി അവകാശം. ഇത് 3ഉമാണ് രാഷ്ട്രീയ അവകാശം. ഈ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ, മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽ 19(1) E പറയുന്നത് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം എന്നുള്ളത്. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്ന ആരാണ്? കാര്യനിർവഹണം അല്ലെ? ഓരോ നിയമങ്ങളൊക്കെ നമ്മുടെ പാർലമെന്റ് നടപ്പാക്കുന്നുണ്ട്. അതിനെയൊക്കെ നിർവഹിക്കാനുള്ള ആൾക്കാരാണ് ആര്? ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ എന്തെല്ലാം തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. അത് ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല അല്ലെ? രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്. അവിടെ എന്താണ്? ഓരോ വർഷം കൂടുന്നവർ എന്താണ്? 1/3 ആൾക്കാരാണ് പിരിഞ്ഞു പോകുന്നത്. 6 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 5 അല്ല, എത്ര വർഷമാണ്? 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ അല്ലേ? രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഓക്കെ അല്ലേ? അതാണ് പ്രതിനിധി സഭയാണോ? അല്ല. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ 1 മാത്രമാണ് ഇവിടെ ശരി. അപ്പൊ ഏതാണ്? 2, 3, 4 എന്നിവയാണ് എന്ത്? തെറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന തെറ്റായ വസ്തുതകളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ, HJ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. അത് ശരിയാണ്. 1 ശരിയാണ്.
ഇനി സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജയ് ഖന്ന. ആരാണ്? 51ാമതാണ്. അത് സഞ്ജയ് ഖന്നയാണ്. 50ാമത്തെ വ്യക്തിയാണ് ആര്? DY ചന്ദ്രചൂഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. ശരിയാണ് അല്ലെ? ജില്ലാ കോടതികളും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്, അല്ലാതെ ഹൈക്കോടതികളാണ് അല്ലെ? അപ്പൊ ഇവിടെ ഏതാണ്? ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി. ഏതാണ്? 1ഉം 3ഉമാണ്. അതേപോലെ ഈ സുപ്രീം കോടതികളെ പറ്റി പറയുന്നത് ഭാഗം 5ലാണ് സുപ്രീം കോടതികളെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? സുപ്രീം കോടതിയുടെ അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഒരു സുപ്രീം കോടതി സ്ഥാപിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 124 എന്ന് പറയുന്നത്. എങ്കിൽ ചോദിക്കാം, രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ആരായുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അതാണ് 143 അല്ലെ? രാഷ്ട്രപതിക്ക് എന്താണ് സുപ്രീം കോടതിയോട് അല്ലെ? 143 ആണ്. ഐ ലവ് യു ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട്. അപ്പൊ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് എന്താണ് അഭിപ്രായങ്ങളും ഒക്കെ ആരായുന്ന ആർട്ടിക്കിളാണ് ഇത് 143 എന്ന് പറയുന്നത്. ഓക്കെ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണെന്ന്? ജില്ലാ കോടതി, CGM കോടതി, മുൻസിഫ് കോടതിയെ സമീപിക്കാനാവില്ല അല്ലെ? കോടതിയെ സമീപിക്കാനാവില്ല. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്? ന്യായവാദാർഹമല്ല. അവയെ എന്താണ്? ഒരിക്കലും കോടതിയിൽ പോയിട്ട് നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റില്ല. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ പറയുന്നത്. ഏത്? ഭാഗം 4ലാണ് നിർദ്ദേശക തത്വങ്ങൾ. അതേപോലെ തന്നെ അത് കടം കൊണ്ട രാജ്യം എന്ന് പറയുന്നത് അയർലൻഡിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടത്. എങ്കിൽ ചോദിക്കാറുണ്ട്, നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചോദിക്കാറുണ്ട്. അത് സ്പെയിനാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ കുറച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 37 ആണ് എന്ത് പറയുന്നത്? ഈ കോടതിയെ സമീപിക്കാനാവില്ല എന്ന് പറയുന്നത്. ഇനി 39D എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണമെന്ന് പറയുന്നത്. പിന്നെയുണ്ട് 40 എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ടാണ് 40 പറയുന്നത്. ഇനി 44 ആണെങ്കിലോ അത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. തുടക്കം മുതലേ യൂണിഫോം സിവിൽ കോഡുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. ഇനി 48 എന്ന് പറയുന്നത് എന്താണ്? ഗോവധ നിരോധനമാണ് 48. അതേപോലെ 48A ചോദിക്കാറുണ്ട്, അതായത് പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണമാണ് 48A എന്ന് പറയുന്നത്. 51 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കുറച്ച് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് വായിച്ചിട്ടേ പോകാവുള്ളൂ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടത്. ഭാഗം 4ലാണ്. 36 മുതൽ 51 വരെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണേത്? നമ്മുടെ ഇന്ത്യ. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? പാർലമെന്റ് എന്ന് പറയുന്നത് ശരിക്കും എന്തിനു വേണ്ടി? നിയമങ്ങൾ നിർമ്മിക്കാനാണ്. നിയമ നിർമ്മാണമാണ് പാർലമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത്. ഈ പാർലമെന്റ് രൂപീകരിക്കണം എന്ന് പറയുന്നത് 79ാം വകുപ്പ് പ്രകാരമാണ്. അതേപോലെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ എന്താണ്? കോടതി ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് 122 ആർട്ടിക്കിൾ 122 പ്രകാരമാണ് എന്ത് പറയുന്നത്? പാർലമെന്റ് നടപടിക്രമങ്ങളിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശമാണേത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഏത് ആർട്ടിക്കിളാണ്? 1978 44ാം ഭേദഗതി. 448 78 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശത്തെ എടുത്തു മാറ്റിയത്. അങ്ങനെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 300A. 31 മാറ്റിയിട്ട് 300A കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്നതിനുള്ള ആർട്ടിക്കിളാണ് ഇത്? ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. 32 എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. 32 ഈ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ആണെങ്കിൽ ഏതാണ്? 226 ആർട്ടിക്കിൾ 28 എന്താണ്? 28 നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി 21 പറഞ്ഞതാണ് എന്താണ്? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഏതൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. ഓക്കെ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ 3 ശരിയായിട്ട് വരേണ്ടത്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13-നാണ് എന്ത് നടക്കുന്നത്? ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ആമുഖമായ ലക്ഷ്യപ്രമേയ, അതറിയപ്പെടുന്ന പേരാണ് എന്ത്? ലക്ഷ്യപ്രമേയ. അതാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നതാണ് 1946 ഡിസംബർ 13-ന്. അത് 1947 ജനുവരി 22-ന് അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് അംഗീകരിക്കുന്നുണ്ട്, പാസ്സാക്കുന്നുണ്ട്. അപ്പൊ ആമുഖം കടം കൊണ്ടത് എവിടെ നിന്നാണ്? നമുക്കറിയാം, അത് USA-യിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ്? അവസാന ഭേദഗതി വന്നത് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 106-ാം ഭേദഗതി, 2023-ലെ 106-ാം ഭേദഗതി. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് 33% എന്താണ് ലോകസഭകളിലും രാജ്യസഭകളിലും സ്ത്രീ സംവരണം വേണമെന്ന് പറയുന്നത്. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഇതായിരുന്നു എന്ത്? ഈ പറയുന്ന നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം എന്ന ആശയം പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അംബേദ്കർ എന്നൊരു പേര് വരുന്നില്ല. അംബേദ്കർ ആണ് അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്, അതും തെറ്റാണ്. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്, ഇത് ശരിയാണ്. ലക്ഷ്യപ്രമേയം 1947 എന്നാണ് ജനുവരി 22-നാണ് അത് പാസ്സാക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ 3ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 1950-ൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ്? മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശമില്ലായിരുന്നു, അല്ലെ? 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അംഗീകരിക്കുന്നതാണെങ്കിലോ 49 നവംബർ 26-ആണ്. ആ നവംബർ 26-ആണ് ഭരണഘടനാ ദിനമായിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നത്. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. സർക്കാരിയല്ല, അത് ഏത് കമ്മീഷനാ? സർക്കാരിയ കമ്മീഷനിൽ അത് ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി ആയിരുന്നു. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കുന്നത്. 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് എന്താണ്? 10 മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കുന്നത്. ഇത് ശരിയാണ്, ഇതും ശരിയാണ്. ആൻസർ വരേണ്ടത് 1ഉം 3ഉമാണ്. അപ്പൊ നമുക്കറിയാം 42-ാം ഭേദഗതി 1976-ആണ്. ഇത് എന്നാണ് പ്രാബല്യത്തിൽ വരുന്നത്? 1977 ജനുവരി 3-നാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4A-യിലാണ്. അതേ ആർട്ടിക്കിൾ ഏതാണ്? 51A ആണ്. ഓക്കെ, അതേപോലെ തന്നെ മൗലിക ചുമതലകൾ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? അത് റഷ്യയിൽ നിന്നാണ്. ഇനി നിലവിൽ എത്രയുണ്ട്? 11 മൗലിക കടമകളുണ്ട്. അതായത് 86-ാം ഭേദഗതി 2002-ലെ 86-ാം ഭേദഗതി പ്രകാരമാണ് 11ാമത് മൗലിക കടമയായ എന്താണ്? നമുക്കറിയാം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രക്ഷകർത്താവിന്റെ ചുമതലയാണെന്നുള്ളത് 86-ാം ഭേദഗതി 2002 പ്രകാരമാണ് അത് കൂട്ടിച്ചേർക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതേത്? ദേശീയ ഗീതമാണ് ചോദിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ദേശീയ ഗാനം ഏതാണ്? ജനഗണമന, രവീന്ദ്രനാഥ് ടാഗോർ. രണ്ടും ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയാണ്, ഹിന്ദിയല്ല. ദേശീയ ഗാനത്തിനോടൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. ഇതും ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരേണ്ട പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ ദേശീയ ഗാനം, ഗീതം എന്ന് പറയുന്ന ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു 10-30ഓളം ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ. 1993-ലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ശരിയാണ്. 93 ഡിസംബർ 10-നാണ് കമ്മീഷൻ നിലവിൽ വന്നത്. ഈ ഡിസംബർ 10 കാണുമ്പോൾ നമുക്കറിയാം മനുഷ്യാവകാശ ദിനം ഡിസംബർ 10-ആണെന്ന് കരുതി അത് മാർക്ക് ചെയ്യരുത്. 93 ഒക്ടോബർ 12-നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, ചെയർമാന്റെ കാലാവധി 3 അല്ലെങ്കിൽ 70 ഇതാണ്. അപ്പൊ ഏതാണ് ശരി എന്ന് പറയുന്നത്? 1, 2, 4 ശരി. നിലവിൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? അത് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യമാണ്. നിലവിൽ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം. അതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ഇനി മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് 26 ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് തടയുന്നു എന്ന് പറയുന്നത് 28(1)
ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും തടയുന്നതിനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്കറിയാം അതെന്താണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണ്. അത് ആർട്ടിക്കിൾ 30 അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എന്ന് പറയുന്നത് 29ഉം 30ഉമാണ്. അതിൽ 30 എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്തുന്നതിനുമുള്ള അവകാശം എന്ന് പറയുന്നത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകുന്നത്. 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. ഇവിടെ എന്താണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്താൻ ആമുഖം ജവഹർലാൽ നെഹ്റു ശരിയാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. നിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിയൻ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷ്യപ്രമേയം ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇവിടെ എന്താണ് തെറ്റെന്ന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമുക്ക് തെറ്റായ ജോഡി എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതെല്ലാം ആരുടെ കടമകളാണ്? പാർലമെന്റിൻ്റെതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമുണ്ട്. ഏതൊക്കെയാണ്? 29ഉം 30ഉമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. സൗജന്യ നിയമസഹായമില്ല, ലഹരി വസ്തുക്കളുടെ നിരോധനമില്ല. അപ്പൊ ഏതാണ്? 1ഉം 2ഉമാണ് എന്താ മൗലികാവകാശങ്ങളായിട്ട് വരുന്നത്. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? എത്രാമത്തേലാണ്? 97ാം ഭരണഘടനാ ഭേദഗതിയിലാണ് എന്ത് പറയുന്നത്? സഹകരണ സംഘങ്ങളിൽ യൂണിയൻ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്നുള്ളത്. 2011 ഭാഗം 9B ആണ് അവിടെ കൂട്ടിച്ചേർക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന റിട്ട് എന്ന ആശയം എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശം ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അത് പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26 ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ്, അവകാശ സംരക്ഷണമാണ്. അത് മോത്തിലാൽ നെഹ്റു ആണ്. കരുതൽ തടങ്കലിരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാം എന്ന് ചോദിച്ചാൽ അതേതാണ്? 3 മാസം വരെയാണ്. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? പൊതു താൽപര്യ ഹർജിയാണ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയത്? 61ാം ഭേദഗതിയാണ്. 61, 18 നിന്ന് 21 മാറ്റിയത് 61ാം ഭേദഗതിയാണ്. 21 നിന്ന് 18 മാറ്റിയത് തിരിച്ചാണ്. താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് സംവിധാനം? ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ്റെതാണ്. പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഏതിലാണ് ബാലവേലക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ബാലവേല പറയുമ്പോൾ ആർട്ടിക്കിൾ 24 ചൂഷണത്തിന് എതിരായുള്ള അവകാശമാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതാണ് നവംബർ 26. നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. അത് പ്രാബല്യത്തിൽ വരുന്നതാണ് ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A 24 ബാലവേല, 51 എന്ന് പറയുന്നത് മൗലിക കടമകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ 14 എന്ന് പറയുന്ന ഏതാണ്? നിയമസമത്വമാണ്. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത്? 2013. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. ജൂലൈ 22. ഓക്കെ, അവിടെ നമുക്ക് പഠിക്കാനുണ്ട് ത്രിവർണ പതാക ആരാണ്? പിംഗലി വെങ്കയ്യ, ആ പേര് പഠിക്കണം. അതേപോലെ തന്നെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു ക്ലാസ്സിൽ, ദേശീയ ഗാനം ഗീതം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ എല്ലാം ഈ ഒരു ടോപ്പിക്ക് ദേശീയ ഗാനം ഗീതം അതേപോലെ ത്രിവർണ പതാക ദേശീയ മുദ്ര എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് കയറി കണ്ടു നോക്കണേ. ഇന്ത്യയിൽ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിന്റെ ഭാഗമല്ലാതാക്കി തീർത്തത് ഏതാണ്? ആർട്ടിക്കിൾ 44. 44ാം ഭേദഗതി 1978.
ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി സംസ്ഥാനങ്ങളിലേതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? അത് ഹൈക്കോടതിയാണ്. സുപ്രീം കോടതി എന്ന് പോകരുത്, അവിടെ ഹൈക്കോടതിയാണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതിലാണ്? ഭാഗം 4A മൗലിക കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്? അത് ആർട്ടിക്കിൾ 19. ഞാൻ പറഞ്ഞു മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റി 19 പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണത്? ഡൽഹിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ദാക്ഷായണി വേലായുധൻ. അതായത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. മലയാളികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 17 അതിൽ 3 വനിതകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, പിന്നെയുള്ളത് ആനി മസ്ക്രീൻ ആണ്. ഇവർ രണ്ടുപേരും എന്താണ്? തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു. അത് തിരിഞ്ഞുപോയി. എന്താണ് പറയേണ്ടത്? അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മലബാറിനെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നു കേട്ടോ. മലബാറാണ്. ആരാണ്? ആനി മസ്ക്രീൻ ആണ് തിരുവിതാംകൂറിനെ പ്രതിനിധീകരിക്കുന്നത്. ആനി മസ്ക്രീൻ തിരുവിതാംകൂറും ഇവർ രണ്ടുപേരും എന്താണ്? മലബാറുമാണ്. തിരിഞ്ഞു പോകരുതേ. 17 മലയാളികൾ ഉണ്ടായിരുന്നു, അതിൽ 3 വനിതകളുമായിരുന്നു. ഓക്കെ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗമാണ്. യൂണിയൻ ലിസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റെയിൽവേ ആണ് യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്നത്. അപ്പം നമുക്ക് പഠിക്കാം. അതായത് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നതെന്ന് പറയുന്നത് ഏതാണ്? 7ാം പട്ടികയിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നത്. അതിലേതാണ്? ആർട്ടിക്കിൾ 246 ലിസ്റ്റുകൾ. അതേപോലെ തന്നെ ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അതേപോലെ എക്സ്ട്രാ വരുന്ന ഒന്നാണ് അവശിഷ്ടാധികാരം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 248 അതായത് ഇതിലൊന്നും ഉൾപ്പെടാത്ത കാര്യങ്ങളെല്ലാം എന്താണ്? അവശിഷ്ടാധികാരത്തിലാണ്. സൈബർ നിയമങ്ങളൊക്കെ എവിടെയാണ്? അവശിഷ്ടാധികാരത്തിലാണ് വരേണ്ടത്. അതേപോലെ നമുക്ക് പഠിക്കേണ്ടതാണ് 1976 42ാം ഭേദഗതി പ്രകാരം 5 വിഷയങ്ങളെ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് വിദ്യാഭ്യാസം, അത് കൺകറന്റ് ലിസ്റ്റാണ്. രണ്ടാമത്തേതാണ് വനം, മൂന്നാമത്തത് അളവ് തൂക്കം. ഓക്കെ. പിന്നെ 4ാമത്തെ വരുന്നത് നീതിന്യായ ഭരണം. പിന്നെ 5ാമത്തെന്ന് പറഞ്ഞാൽ വനമുള്ളപ്പോൾ എന്തായിരിക്കും? വനം. അതേപോലെ തന്നെ എന്താണ്? വന്യമൃഗങ്ങളും പക്ഷിമൃഗാദികളും. ഇങ്ങനെ 5 കാര്യങ്ങൾ 1976 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? PB സാവന്ത്. ഇത് 2023 ലാസ്റ്റ് സമയങ്ങളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വിവരാവകാശത്തിന്റെ കരട് രൂപം എന്നുള്ളത്. അധികം ചോദിച്ച് കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ PSC ആൻസർ എന്ന് പറയുന്നത് PB സാവന്താണ്. നമ്മൾ ഒത്തിരി ഞാൻ നോക്കിയിട്ടും അങ്ങനത്തെ ഒരു ഫാക്റ്റ് ഞാൻ ഒരിടത്തും കണ്ടില്ല. പക്ഷേ അതിൽ PSC തന്നിരിക്കുന്ന ആൻസർ PB സാവന്താണ്. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. റെയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ ഇനി നമുക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. എല്ലാവരും നന്നായിട്ട് എഴുതുക. മാക്സിമം നെഗറ്റീവ് ഒന്നും വരുത്താതെ നല്ല കൂളായിട്ടിരുന്ന് എഴുതുക. 1.25 മണിക്കൂറേ ഉള്ളൂ എന്നുള്ള ഓർമ്മ വേണം. പഴയ പോലെ 1.5 മണിക്കൂറില്ല എക്സാം, 1.25 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും നല്ല രീതിക്ക് എഴുതിയിട്ട് വരിക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.